Hello everyone, welcome to my channel English Elegance. Today I am going to explain The Last of the Mohican, a American novel by James Fenimore Cooper. ഓഥറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയിംസ് ഫെന്നിമർ കൂപ്പർ 19th സെഞ്ച്വറിയിലെ ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ജെയിംസ് ഫെന്നിമർ കൂപ്പർ. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് ദ സ്പൈ, ദ പൈലറ്റ്, ലാസ്റ്റ് ഓഫ് ദ മൊഹീക്കൻസ്. ദ ലാസ്റ്റ് ഓഫ് ദ മൊഹീക്കൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ 1757 ഫ്രഞ്ചും ഇന്ത്യൻ വാറും നടന്ന ആ ടൈം, അപ്പോഴാണ് ആ നോവൽ നടക്കുന്നത്. ആ സമയത്ത് ഫ്രാൻസും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ ഒരു ബാറ്റിൽ നടക്കേണ്ട നോർത്ത് അമേരിക്കൻ കോളനീസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ സ്റ്റോറിയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നാറ്റി ബംബോ, എൻ അമേരിക്കൻ ഹീറോ, അൻകാസ് ലാസ്റ്റ് മൊഹീക്കൻ, ചിൻഗാച്ചുക് അൻകാസിൻ്റെ ഫാദർ, മഗ്വ വില്ലൻ, കോറ മൺറോ, ആലീസ് മൺറോ സിസ്റ്റേഴ്സാണ്. കാനൽ മൺറോയുടെ ഡോട്ടേഴ്സാണ് ഇവർ. ഡങ്കൻ ഹേവാർഡ്, എ ബ്രിട്ടീഷ് ആർമി മേജർ ഫ്രം വെർജീനിയ ഹൂ ഫാൾസ് ഇൻ ലവ് വിത്ത് ആലീസ് മൺറോ. ഇതിൻ്റെ ഷോർട്ട് സമ്മറി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഞ്ചും ബ്രിട്ടീഷും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്താണ്. ആ സമയത്ത് വില്യം ഹെൻറി ഔട്ട് പോസ്റ്റിലത്തെ കമാൻഡറാണ് കേണൽ മൺറോ. കേണൽ മൺറോനെ കാണാൻ വേണ്ടിയിട്ട് ആലിസ് മൺറോയും കോറ മൺറോയും ഫോറസ്റ്റിൽ കൂടെ ട്രാവൽ ചെയ്യും. ആ സമയത്ത് അവരുടെ എസ്കോട്ട് എന്ന് പറയുന്നത് ഡങ്കൻ ഹേവാർഡും ദ മഗ്വ വില്ലനാണ്. മഗ്വ ആദ്യം ഇവരുടെ ഒപ്പം എസ്കോട്ടായിട്ടാണ് പോവുക. മഗ്വ ഒരു ഇന്ത്യനാണ്. പിന്നെ അവർ യാത്ര ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു സിംഗ് മാസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് ഗാമൂട്ട് വരും. അയാളും കൂടി ചേരും. അങ്ങനെ അവർ കുറച്ചും കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോൾ 3 പേരും കൂടി അതിലേക്ക് ജോയിൻ ചെയ്യും. നാറ്റി ബംബോ, അതുപോലെ അൻകാസ്, പിന്നെ അൻകാസിൻ്റെ ഫാദർ ചിങ്കാച്ചുക്കും. അങ്ങനെ ഹോങ്കൈ അഥവാ നാറ്റി ബംബോയ്ക്ക് മനസ്സിലാവും മഗ്വ ഇവരെ ചതിക്കാണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഇവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കേവിൻ്റെ അടിയിൽ ഇവരെ സേഫ് ആക്കി വെക്കും. ആലീസിനെയും കോര, ഡേവിഡ് ഗാമൂട്ട്, പിന്നെ ഡങ്കൻ ഹേവാർഡ്. അങ്ങനെ മഗ്വ മനസ്സിലാക്കും ഇവർക്ക് ഇത് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ മഗ്വയുടെ ട്രൈബായിട്ടുള്ള ഹ്യൂറോൺ ട്രൈബ് ഉണ്ട്, അവരെയായിട്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരും. മഗ്വ ഇത് ചെയ്യാനുള്ള കാരണം കേണൽ മൺറോ മഗ്വേനെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് മഗ്വ തിരിച്ച് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവരെ സെക്യൂറായിട്ട് വെച്ചുള്ള ആ കേവിൻ്റെ അവിടെ വന്നിട്ട് മഗ്വയും ഹൂറോൺസും ആലീസിനെയും ഡങ്കൻ ഹേവാർഡിനെയും കോരേനെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ഹ്യൂറോൺ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡങ്കൻ ഹേവാർഡ് മഗ്വേനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് സൈഡിലേക്ക് വന്നാൽ നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുന്നേ കേണൽ മൺറോ മഗ്വേനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത കാരണം മഗ്വയ്ക്ക് അതിന് പ്രതികാരമായിട്ട് കോരയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, കോര കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലീസിനെയും ഡങ്കൻ ഹേവാർഡിനെയും എന്നിട്ട് പറഞ്ഞു വിടാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കോരയ്ക്ക് ഇഷ്ടം അൻകാസിനെയാണ്, ദ ലാസ്റ്റ് മൊഹീക്കൻ. അയാളെയാണ് കോരയ്ക്ക് ഇഷ്ടം. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹോങ്കൈയും ചിങ്കാച്ചുക്കും അൻകാസും വന്നിട്ട് ഇവരെ രക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ ഹ്യൂറോൺസിനൊക്കെ കൊന്നിട്ട് ഇവരെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആലീസിനെയും കോരേനെയും അവരച്ഛനായ കേണൽ മൺറോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കേണൽ മൺറോൻ്റെ അടുത്ത് എത്തിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവിടെ യുദ്ധം പ്രഖ്യാപിച്ചു. ഫ്രഞ്ചുകാർ ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ കേണൽ മൺറോ അതായത് അവർക്ക് എക്യുപ്മെൻസും അവർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല യുദ്ധത്തിന്. സോ സറണ്ടർ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ സറണ്ടർ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി കേണൽ മൺറോ. ആ ഒരു സമയത്താണ് ഡങ്കൻ ഹേവാർഡിനോട് കേണൽ മൺറോ ഒരു സത്യം റിവീൽ ചെയ്യുന്നത്. കാരണം കോര എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹെയറോട് കൂടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് കേണൽ മൺറോൻ്റെ ഡോട്ടർ തന്നെയാണ്. പക്ഷേ കേണൽ മൺറോയിൽ ഒരു നീഗ്രോയ്ക്ക് ഉണ്ടായ ഒരു കുട്ടിയാണ് കോര. അത് ഡങ്കൻ ഹേവാർഡിനോട് പറയുന്നുണ്ട്. അങ്ങനെ കേണൽ മൺറോ ഡങ്കൻ ഹേവാർഡിനോട് കോരയെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഡങ്കൻ ഹേവാർഡിന് ഇഷ്ടം ആലീസ് മൺറോനെയാണ്. സോ ആലീസ് വൈറ്റ് ആണ്, കോര കുറച്ച് ഡാർക്കാണ്. സോ കേണൽ മൺറോ വിചാരിക്കും കളറ് പരമായിട്ടാണ്
ഡങ്കൻ ഹേവാർഡ് കോരേനെ എതിർത്തത് അത് കോരേനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണെന്ന് കേണൽ മൺറോ കുറ്റം ചുമത്തും ഡങ്കൻ ഹേവാർഡിനോട്. പക്ഷേ ഡങ്കൻ ഹേവാർഡ് അത് ഡിനൈ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പേ തന്നെ ഡങ്കൻ ഹേവാർഡിന് ആലീസിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും യുദ്ധത്തിൻ്റെ ഇടയിൽ വീണ്ടും മഗ്വ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആലീസിനെയും കോരേനെയും വീണ്ടും കിഡ്നാപ്പ് ചെയ്യും. ആലീസിനെ ഹ്യൂറോൺ ക്യാമ്പിലേക്കും കോരേനെ ഡെൽവെയർ ക്യാമ്പിൽ, അങ്ങനെ 2 ക്യാമ്പിലേക്കായിട്ട് മാറ്റും. അപ്പോൾ അതിനുശേഷം ഇവർ 2 പേരെയും മഗ്വയാണ് അവർ ക്യാമ്പിലേക്ക് ആക്കുക. ഈ ഡങ്കൻ ഹേവാർഡും അൻകാസും ചിങ്കാചൂക്കും ഹോങ്കയും ഈ ക്യാമ്പിലെത്തിയിട്ട് ആദ്യം ആലീസിനെ രക്ഷിക്കും, എന്നിട്ട് കോരേനെ രക്ഷിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ കോരേനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഡെൽവെയർ ക്യാമ്പിലുള്ള ആൾ പറയും, അയാൾ പറയും മഗ്വയാണ് കോരേനെ ഇവിടെ കൊണ്ടാക്കിയത്, സോ കോരയുടെ മൊത്തം അധികാരം മഗ്വയുടെ കയ്യിലാണ്, മഗ്വയ്ക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് പറയും. സോ അങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഈ അൻകാസും ഡങ്കൻ ഹേവാർഡും കൊല്ലും. അങ്ങനെ സേവേജ് ആയിട്ടുള്ള ഒരു ഹ്യൂറോൺ ട്രൈബിലുള്ള ഒരാൾ കോരേനെ കൊല്ലുന്നുണ്ട്. അയാളെ അൻകാസ് കൊല്ലുന്ന സമയത്ത് മഗ്വ അൻകാസിൻ്റെ പിന്നിൽ വന്നിട്ട് അൻകാസിനെ കൊല്ലുന്നു. ആ ഒരു സംഭവം ദ ലാസ്റ്റ് ഓഫ് ദ മൊഹീക്കൻസ് എന്ന് ഈ നോവലിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിമിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ജെയിംസ് ഫെന്നിമോ കൂപ്പർ പറയുന്നുണ്ട്, മൊഹീക്കൻ ട്രൈബിലെ ലാസ്റ്റുള്ള ഒരു ആളായിരുന്നു അൻകാസ്. അൻകാസ് മരിച്ചതോടെ മൊഹീക്കൻ ട്രൈബ് പിന്നെ ഇല്ല. അതാണ് ഈ നോവലിൻ്റെ മൊത്തത്തിലുള്ളൊരു സമ്മറി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ നോവൽ അവസാനിക്കാറാവുമ്പോൾ ഡങ്കൻ ഹേവാർഡിനും അതുപോലെ തന്നെ ഡങ്കൻ ഹേവാർഡും ആലീസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കോരയ്ക്കും അൻകാസിനും ഒരു പ്രോപ്പറായിട്ടുള്ള ബെറിയൽ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറയും അവസാനം ലാസ്റ്റ് ഓഫ് ദ മൊഹീക്കൻ, അതായത് ആ ട്രൈബിലെ അവസാനത്തെ മൊഹീക്കനാണ് അൻകാസ്. ആ അൻകാസാണ് ഭയങ്കര ധീരനായിട്ടാണ് മരിച്ചത്. കാരണം കുറേ പേരെ കൊന്നിട്ട് അവസാനമാകുമ്പോഴാണ് ആൾ മരിക്കുക. അതുകൊണ്ടാണ് ദ ലാസ്റ്റ് ഓഫ് ദ മൊഹീക്കൻസ് എന്ന ഈ നോവലിന് ജെയിംസ് ഫെന്നിമോ കൂപ്പർ നെയിം നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്റ്റൈല് ആൻഡ് തീംസ് പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരാൾക്ക് തന്നെ 2-3 പേര് എക്സ്ട്രാ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നാറ്റി ബംബോ ആണെങ്കിൽ അദ്ദേഹത്തിന് ലോങ് ലൈഫ്, സ്കൗട്ട്, ഹോങ്കൈ അങ്ങനെയൊക്കെ 4-5 പേര് പറയുന്നുണ്ട്. പിന്നെ അതർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോറിയിലത്തെ സ്ഥലങ്ങളും ക്യാരക്ടേഴ്സും ഇവൻറ്റും അദ്ദേഹം നല്ല ഡീറ്റെയിൽ ആയിട്ട് വെർബലിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ ഇഗ്നുവിൻ്റെ അമേരിക്കൻ നോവൽ എന്ന സബ്ജക്റ്റിലെ ഒരു ചാപ്റ്ററാണ്. ഇത് ആ ഒരു ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.